ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം നമ്മളിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹിന്ദി ഇഷ്ടമാണോ? ആണല്ലേ? ഓക്കെ. ഇനി ഹിന്ദി മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് പരിവാർ. പരിവാർ എന്ന് പറഞ്ഞാൽ എന്താ? പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി. ഓക്കെ, പരിവാർ മീൻസ് ഫാമിലി. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചാപ്റ്ററാണ് മീന കാ പരിവാർ, മീനയുടെ ഫാമിലി. എന്താ മീനയുടെ ഫാമിലിയിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? കമോൺ. मीना के परिवार में 7 लोग हैं. मीना के परिवार में 7 लोग हैं. മീനയുടെ ഫാമിലിയിൽ 7 പീപ്പിൾ ഉണ്ട്. ഓക്കെ, മീനയുടെ ഫാമിലിയിൽ 7 പേരാണ് ഉള്ളത്. ആരൊക്കെയാണ്? ഉസ്കെ, അവളുടെ ദാദാ, ദാദി, മാതാ, പിതാ, चाचा, मीना और उसका छोटा भाई दिवाकर. അപ്പോൾ ആരൊക്കെയാണ് ഫാമിലിയിലുള്ളത്? ഫാമിലിയിലുള്ളത് ഉസ്ക ദാദാ, ഇതാണ് ദാദാ. ഉസ്ക ദാദി, ഇവിടെ ഉണ്ടല്ലോ ദാദി, അതായത് ഗ്രാൻഡ് മദർ. മാതാ, അമ്മ, പിതാ, അച്ഛൻ, ചാച്ച ഉണ്ടോ? ചാച്ച, मीना, मीना और उसका छोटा भाई दिवाकर. അപ്പോൾ എത്ര പേരാണ് ഫാമിലിയിലുള്ളത്? ദാദാ, ദാദി, മാതാ, പിതാ, ചാച്ച, മീന और उसका छोटा भाई दिवाकर. दिवाकर 3 साल का है. അപ്പോൾ ദിവാകറിന് എത്ര വയസ്സായി? ദിവാകർ 3 years old ആണ്, അതായത് 3 വയസ്സായി. വഹ ബഹുത് നട്ട്ഖട്ട് और ചുൽബുലാ ഹേ. അപ്പോൾ ദിവാകർ ബഹുത് നട്ട്ഖട്ട് और ചുൽബുലാ ഹേ, അതായത് ഭയങ്കര നോട്ടിയും നല്ല വികൃതിയുമാണ്. ഓക്കെ, നല്ല സ്മാർട്ടായിട്ടുള്ള നോട്ടി ആയിട്ടുള്ള കുട്ടിയാണ് ദിവാകർ. मीना को अपने भाई के साथ खेलने में बहुत आनंद आता है. मीना को, मीना के अपने भाई के साथ, അവളുടെ ഭായിയുടെ അതായത് ബ്രദറിൻ്റെ കൂടെ ഖേൽനെ മേം, ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. ഓക്കെ, പ്ലേയിങ്. അപ്പോൾ മീനയ്ക്ക് അവളുടെ ബ്രദറിൻ്റെ കൂടെ കളിക്കാൻ बहुत खेलने में बहुत आनंद आता है. കളിക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ മീനയ്ക്ക് അവളുടെ ബ്രദറിൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദിവാകർ ഭാഗ് കർ കമരെ കെ കിവാड़ के पीछे छिप जाता है. ദിവാകർ ഭാഗ് കർ കമരെ കെ കിവാड़ के पीछे छिप जाता है. അപ്പോൾ ഇവിടെ കണ്ടില്ലേ എന്താണ് കിവാഡ് എന്ന് പറഞ്ഞാൽ? കിവാഡ് എന്ന് പറഞ്ഞാൽ ഡോർ. അപ്പോൾ ദിവാകർ ഓടിപ്പോയി വാതിലിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കും. മീന ഉസെ ढूंढ लेती है तो वह जोर जोर से हंसता है. मीना उसको ढूंढ लेती है तो वह जोर जोर से हंसता है. അപ്പം മീന അവനെ തേടി കണ്ടുപിടിക്കുമ്പോൾ അവന് ഭയങ്കര ഉറക്കെ ചിരിക്കും, ഭയങ്കര സന്തോഷമാവും. ഓക്കെ, മീന ഉസേ ഗിൻതി സിഖാത്തി ഹേ. ഗിൻതി എന്ന് പറഞ്ഞാൽ എണ്ണുക, അതായത് നമ്മൾ നമ്പറൊക്കെ എണ്ണൂലേ? 1 2 3 4, 1 2 3 4 അല്ലേ? അതേപോലെ മീന അവളുടെ ബ്രദറായ ദിവാകറിന് എണ്ണാൻ പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാ? दिवाकर कहता है 1 2 3 4, तो मीना कहती है
ചാച്ചാജി ഹംകോ കർത്തെ പ്യാർ. എങ്ങനെയാണ്? അപ്പോൾ ദിവാകർ ഏക് ഹിന്ദിയിൽ എങ്ങനെയാണ് 1 2 3 4 എന്ന് പറയുക? ഏക് ദോ തീൻ ചാർ. ഓക്കെ, അപ്പോൾ ദിവാകർ പാട്ട് പാടും. എങ്ങനെയാ? ഏക് ദോ തീൻ ചാർ. തോ മീന കഹത്തി ഹേ. അപ്പം മീന എന്താ പറയുക? ചാച്ചാജി ഹംകോ കർത്തെ പ്യാർ. ചാച്ചാജി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു അല്ലേ? ചാച്ചാജി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനാണ്. അപ്പോൾ മീന പാട്ട് പാടും, ചാച്ചാജി ഹംകോ കർത്തെ പ്യാർ. ചാച്ചാജിക്ക് ഞങ്ങളെയൊക്കെ ഭയങ്കര സ്നേഹമാണ് എന്ന്. തബി അപ്പോൾ ചാച്ചാജി ആ ജാത്തെ ഹേ. അപ്പോൾ ചാച്ചാജി വേഗം വരും അടുത്തേക്ക്. എന്നിട്ടോ ഓർ ദിവാകർ കോ ഗോദ് മേ ഉടാ ലേത്താ ഹേ. കണ്ടോ? ദിവാകർ കോ ഗോദ് മേ ഉടാ ലേത്താ ഹേ. ദിവാകറിനെ കയ്യിലെടുത്ത് പോക്കും. മീന ചാച്ചാജി ഓർ ദിവാകർ ബരാംദേ മേ ജാത്തെ ഹേ. അത് കഴിഞ്ഞിട്ട് അവരെങ്ങോട്ടാ പോകുന്നത്? മീന ചാച്ചാജി ഓർ ദിവാകർ. മീനയും ചാച്ചാജിയും ദിവാകറും കൂടി ബരാംദേ മേ ജാത്തെ ഹേ. അവർ വരാന്തയിലേക്ക് പോവുകയാണ്. ജഹാം ദാദി ഓർ മാ ഫൽ കാട്ട് റഹി ഹേ. അവിടെ അമ്മയും നോക്കട്ടില്ലേ, അമ്മയും ഗ്രാൻഡ് മദറും കൂടി ഫൽ കാട്ട് റഹി ഹേ. അവർ പഴങ്ങൾ മുറിച്ചിടുകയാണ്. മീന കെ പിതാ और दादाजी गमले में पानी दे रही है. അപ്പോൾ മീനാക്കെ പിതാജി അച്ഛനും ഗ്രാൻഡ് ഫാദറും എന്താ ചെയ്യുന്നത്? അതെ, അവർ ചെടി നനയ്ക്കുകയാണ് അല്ലേ? അവർ പ്ലാന്റ്സിനെല്ലാം വാട്ടർ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്? മീനയും ബ്രദറും കളിക്കുകയായിരുന്നു. അവർ ദാദാജിയുടെ കൂടെ വരാന്തയിലേക്ക് വന്നു. അപ്പോൾ അവിടെ മദറും ഗ്രാൻഡ് മദറും കൂടി ഇരുന്ന് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഗ്രാൻഡ് ഫാദറും അച്ഛനും കൂടി ഫാദറും കൂടി നമ്മുടെ പ്ലാന്റ്സിനെല്ലാം വാട്ടർ ചെയ്യാണ്. थोड़ी देर में माँ सबको फल देती है. थोड़ी देर കുറച്ച് സമയം. थोड़ी देर में माँ അമ്മ सबको फल देती है. എല്ലാവർക്കും, സബ്കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഫൽ ദേത്തി ഹേ ഫ്രൂട്ട്സ്, നേരത്തെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഇല്ലേ, അതെല്ലാവർക്കും കൊടുക്കും. सब लोग मिलजुल कर खुशी से फल खाते हैं और आपस में बातें करते जाते हैं. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അമ്മ എല്ലാവർക്കും ഫ്രൂട്ട്സ് കൊടുത്തു. എല്ലാവരും സന്തോഷമായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് മിൽജുൽക്കർ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് സന്തോഷത്തോടെ ഫൽ ഖാത്തെ ഹേ പഴങ്ങൾ കഴിക്കുകയാണ്. ഓർ ആപ്പസ് മേ ബാത്തേ കർത്തേ ജാത്തേ ഹേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആപ്പസ് മേ എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ. ബാത്തേം കർത്തേ ജാത്തേ. ബാത്തേ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, കാര്യങ്ങൾ പറയുക. കർത്തേ ജാത്തേ ഹേ. കിത്നാ പ്യാർ ഭരാ ഹേ മീന കാ പരിവാർ. കിത്നാ പ്യാർ, എത്ര സ്നേഹം, ഭരാ ഹേ നിറഞ്ഞതാണ്, മീന കാ പരിവാർ. മീനയുടെ ഫാമിലി എത്ര ഹാപ്പി ആയിട്ടായിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടില്ലേ? എത്ര ഹാപ്പി ആയിട്ട്, എത്ര സന്തോഷമായിട്ട്, എത്ര സ്നേഹത്തോടു കൂടിയാണ് അവരൊക്കെ ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫാമിലി ഇതുപോലെയാണോ? ആണല്ലേ? അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയുന്നതൊക്കെ കേൾക്കണം. എല്ലാ കാര്യങ്ങളും ഫാമിലിയിലെടുത്തൊക്കെ ഡിസ്കസ് ചെയ്യണം. നല്ല സന്തോഷമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് മീനയുടെ ഫാമിലി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ സ്റ്റോറി? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എക്സസൈസിൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വേഗം നോക്കിയിട്ട് പോവാം. ബാത്ചീത് കേലിയേ. അപ്പോൾ നമുക്ക് തമ്മിൽ സംസാരിക്കാം അല്ലേ? ഒന്നിൽ ഇസ് കഹാനി മേ കോൻ കോൻ ഹേ. ഈ കഥയിൽ ആരൊക്കെയാണ് ഉള്ളത്? ആരൊക്കെയായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ. ആരൊക്കെയാ? മീനയുടെ ബ്രദർ അല്ലേ, ഉസ്ക ഭായ് ദിവാകർ, പിന്നെ ദാദാ ദാദി, മാതാ പിതാ ചാച്ച. എത്ര പേരുണ്ട്? 7 പേരുണ്ടല്ലേ ആ ഫാമിലിയിൽ. നിങ്ങളുടെ ഫാമിലിയിൽ എത്ര പേരുണ്ട്? നെക്സ്റ്റ് വൺ, മീന കെ ഭായ് കാ നാം ക്യാ ഥാ. മീനയുടെ ബ്രദറിൻ്റെ പേരെന്തായിരുന്നു? ദിവാകർ. കറക്റ്റാണ്, മീനയുടെ ബ്രദറിൻ്റെ പേര് ദിവാകർ. आप अपने घर में कहाँ छिप सकते हैं. മീനയുടെ ബ്രദർ എവിടെയായിരുന്നു പോയി ഒളിച്ചിരുന്നത്? അവർ ഒളിച്ചു കളിക്കുന്ന സമയത്ത്
അതെ, വാതിലിൻ്റെ പിറകിൽ അല്ലേ? നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഒളിച്ച് കളിക്കുന്ന സമയത്ത് എവിടേക്കാണ് പോയി ഒളിച്ചിരിക്കാറ്? വാതിലിൻ്റെ പുറകിൽ, ബെഡിൻ്റെ അടിയിൽ, അലമാരയുടെ ഉള്ളിൽ അല്ലേ? അപ്പം നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നെക്സ്റ്റ് വൺ, एक दो तीन चार चाचा जी हमको करते प्यार. ഇത് നമ്മൾ നേരത്തെ പാടിയതാണല്ലേ? നമ്മളല്ല, നേരത്തെ ആരാ പാടിയത്? മീനയും ദിവാകറും കൂടി ചേർന്ന് പാടിയതാണ്. चाचा के जगह दादा नाना नानी और अपने परिवार के अन्य लोगों के लिए इन पंक्तियों को गाइए. അതായത് ഈ ഒരു വരികളിൽ ചാച്ചാജിയുടെ സ്ഥാനത്ത് ദാദാ, നാന, നാനി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും പേര് വെച്ച് നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കിയാലോ? ഈ വരികളൊന്ന് പാടി നോക്കിയാലോ? എങ്ങനെയിരിക്കും? एक दो तीन चार നാന ഹംകോ കർത്തെ പ്യാർ അല്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിലോ നിങ്ങൾ എന്താ അച്ഛനെ വിളിക്കുക? അച്ഛ എന്നാണോ, പപ്പ എന്നാണോ, ഡാഡി എന്നാണോ? എന്തായാലും നമുക്കതൊന്ന് ആഡ് ചെയ്ത് പാടി നോക്കാം അല്ലേ? एक दो तीन चार പാപ്പ ഹംകോ കർത്തെ പ്യാർ. ഇനി നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് വെച്ച് ഈ വരികളൊന്ന് പാടി നോക്കൂ. നെക്സ്റ്റ്, ശബ്ദോം കാ ഖേൽ. ശബ്ദങ്ങൾ കൊണ്ട് എങ്ങനെ കളിക്കാനാ? ഖേൽ എന്ന് പറഞ്ഞാൽ കളിക്കുക. ശബ്ദോം കാ ഖേൽ. എങ്ങനെയാ ശബ്ദം കൊണ്ട് കളിക്കുക? നോക്കാം അല്ലേ? ഇസ് കഹാനി മേ, ഈ കഥയിൽ ദിവാകർ, ദാദാജി और दादी जी है. आरके ഉണ്ട്? दिवाकर, दादाजी और दादी जी है. आंखों बंद करके इन शब्दों को बोलिए. അപ്പോൾ കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. दिवाकर, दादाजी और दादी जी. इनकी पहली ധ്വനി बताइए. അപ്പോൾ ഇതിനൊക്കെ സ്റ്റാർട്ടിങ് ഏത് വേർഡ് വെച്ചിട്ടാണ്? ഇതിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ ഏതാണ്? ദ അല്ലേ? ദിവാകർ ദ, ദാദാജി ദ, और ദാദിജി ദ. എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ ദ ആണ്. നെക്സ്റ്റ്, द से शुरू होने वाले कुछ और शब्द बताइए. അപ്പം ദാൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കൂടുതൽ വേർഡ്സ് പറയാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ വേർഡ് അറിയാം? നമ്മൾ നേരത്തെ പാട്ട് പാടിയില്ലേ? एक दो तीन चार. അപ്പം ദോ, ടു ദല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ദൂർ. ദൂർ എന്ന് പറഞ്ഞാൽ എന്താ? ദൂരെ അല്ലേ? അതും ദ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ദ വെച്ച് വേർഡ്സ് അറിയാമോ അതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. നെക്സ്റ്റ്, നീച്ചെ ദിയേ ഹുയേ ശബ്ദോं को लिखिए. ഇവിടെ ഡോട്ടായിട്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അത് പെൻസിലെടുത്തിട്ട് അതിൻ്റെ മേലെ കൂടി നല്ല ഡാർക്കായിട്ട് എഴുതാം. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? എഴുതി നോക്കൂ. ദാദാ ഓർ ദാദി. അപ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ അത് എഴുതുക കേട്ടോ. इस कहानी में दादा और दादी शब्दों को पहचान कर उन पर धोरा लगाइए. ധോര ലഗായി എന്ന് പറഞ്ഞാൽ സർക്കിൾ ചെയ്യുക. അപ്പം നിങ്ങൾ മുകളിൽ എവിടെയൊക്കെയാണ് ദാദ, എവിടെയൊക്കെയാണ് ദാദി എന്ന് വരുന്നത് അവിടെയൊക്കെ നിങ്ങൾ സർക്കിൾ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, ये कहानी मीना के परिवार के बारे में है. ഈ കഥ മീനയുടെ ഫാമിലിയെ പറ്റിയാണ്. നീച്ചെ മീന ശബ്ദ ലിഖ്നെ കാ പ്രയാസ് കീജിയേ. അപ്പം മീനയുടെ ഫാമിലി അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ താഴെ ഡോട്ടായിട്ട് എഴുതിയിട്ട് മീന എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളും അതിൻ്റെ മേലെ കൂടെ എഴുതി മീന എന്നെഴുതാൻ പഠിക്കണം. ഓക്കെ. മീന മീന മീന. പെൻസിലെടുത്ത് എഴുതി നോക്കൂ. അതേപോലെ ഇതാ എവിടെയും ഉണ്ടല്ലേ കുറേ വേർഡ്സ്. അതെന്തൊക്കെയാണ്? नीचे दिए गए शब्दों को पढ़ने और लिखने का प्रयास कीजिए. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന് വായിക്കണം. അതേപോലെ പെൻസിൽ കൊണ്ട് അതിൻ്റെ മുകളിൽ നന്നായി എഴുതണം. നാന, നാനി, മാമ, മാമി, ദാദാ, ദാദി, ദീദി, മാ. വായിച്ചല്ലോ? അപ്പോൾ പെൻസിലെടുത്ത് ഇനി തന്നിരിക്കുന്ന എല്ലാ വേർഡ്സും ഡാർക്കായിട്ട് എഴുതാം.
नीचे दिए गए चित्रों के नाम बताइए और पढ़िए. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അതിൻ്റെ പേരുകളും എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? നീം. ഇത് നീം ലീഫാണ് അല്ലേ? നീം ലീഫാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് നീം. നെക്സ്റ്റ് അടുത്തത് എന്താണ് കാണുന്നത്? ഇതൊരു റിവർ അല്ലേ? അതെ, ഇത് റിവറാണ്. റിവറിന് എന്താ ഹിന്ദിയിൽ പറയാ? നദി. റിവർ, നദി. നെക്സ്റ്റ് ദാനെ. ധാന്യങ്ങളാണ് അല്ലേ? ദാനെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നിങ്ങളെല്ലാവരും 2-3 പ്രാവശ്യം ഈ മീനാക്ക് ഫാമിലി എന്നുള്ള ചാപ്റ്റർ വായിച്ച് നോക്കുക. മെല്ലെ മെല്ലെ വായിച്ച് ഹിന്ദി നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ബായ്. എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ വരാം.